الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹമുള്ള ആദർശ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും സമയവിനിയോഗവും അധ്വാനവും എല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു നല്ല ജീവിതം ദുനിയാവിൽ നയിക്കുവാനും നാളെ പരലോകത്ത് പടച്ചറബിന്റെ പ്രീതിയും പൊരുത്തവും കരസ്ഥമാക്കി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഇവിടെ ഈ സംവിധാനങ്ങൾ ഒരുക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന ഭാരവാഹികളെ, സഹോദരന്മാരെ കാണുവാൻ സാധിച്ചു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു മതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇതുപോലെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകമായ ഒരു വൈകാരികതയും സന്തോഷവും മുജാഹിദുകളുടെ, സലഫികളുടെ ചരിത്രത്തിൽ പെരുമ്പാവൂരിന്റെ മണ്ണിൽ സ്വന്തം എന്ന് പറയാവുന്ന ഒരു സ്ഥാപനം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള നിരവധി പരിപാടികൾ നമ്മൾ നടത്താറുണ്ടെങ്കിലും മറ്റു പല ആളുകളുടെയും ബിൽഡിങ്ങുകളിൽ വാടക കൊടുത്ത് അതിന് പൈസ കണ്ടെത്തി അതല്ലെങ്കിൽ അതിന്റെ ബാധ്യതകളെ സംബന്ധിച്ച് സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഒക്കെയാണ് പരിപാടികൾ നടന്നു പോയതെങ്കിൽ അൽഹംദുലില്ലാഹ് ഇനി അങ്ങോട്ട് ഇതിനകം തന്നെ പല പരിപാടികൾ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു പൂർണ്ണതക്കും വിജയത്തിനും വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സദുദ്യമങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളും കുറവുകളും ഒക്കെ അള്ളാഹു പരിഹരിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ആദർശ സംബന്ധമായ വിഷയമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ എന്തിന്റെ പേരിലാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് എന്ന് ചോദിച്ചാൽ, കുടുംബ ബന്ധങ്ങൾക്കപ്പുറത്ത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങളുടെ പേരിൽ ഇപ്പോൾ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ പലതും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ റെസിഡൻഷ്യൽ ഏരിയയിലെ ആളുകൾ, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു കൂട്ടായ്മ ഉണ്ടാകാറുണ്ട്. അതല്ലെങ്കിൽ മുമ്പ് പഠിച്ച സ്ഥാപനങ്ങളുടെ അലൂമിനികളായിട്ട് പലതരത്തിലുള്ള ഗെറ്റ് ടുഗദറുകളും സംഘടിപ്പിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ ഒത്തുകൂടിയ ആദർശ സഹോദരങ്ങളാണ് എന്നുള്ളത് ഈ ഒരു ഇരുത്തത്തെയും ഈ ഒരു കൂട്ടായ്മയെയും വ്യതിരിക്തമാക്കുന്നു. പടച്ചറപ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളുവാൻ, തൗഹീദ് മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി എന്നുള്ളത്. കാരണം ആ ഒരു ആദർശം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, അഥവാ ശരിയായ തൗഹീദ് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെയാണ് നമ്മൾ
മുസ്ലിം എന്ന് പറഞ്ഞ് ജീവിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്രമാത്രം ഭാരിച്ചതാണ് എങ്കിലും, അധ്വാനങ്ങൾ ഉള്ളതാണെങ്കിലും, തൗഹീദിന്റെ അഭാവത്തിൽ അത് ഫലശൂന്യമാണ്, നിഷ്ഫലമായിരിക്കും. ഒരു സുബ്ഹാനല്ലാഹ് പോലും നമ്മൾ ചെല്ലുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ചെറിയ ചെറിയ കർമ്മങ്ങളായ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് വലിയ ആയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പറയുവാനും പുണ്യം നേടിയെടുക്കുവാനും സാധിക്കുന്ന സംഗതിയാണ്. പക്ഷെ തൗഹീദ് ഇല്ലാത്ത ഒരാൾ അതിനേക്കാൾ വലിയ ദിക്റുകളും ദുആകളും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തവണ ചൊല്ലിയാലും ആ കർമ്മങ്ങൾക്കൊന്നും ഒരു വിലയുണ്ടാവുകയില്ല. കേവലം ഒരു പൂജ്യം പോലെയാണ്. തൗഹീദിന്റെ അഭാവത്തിലുള്ള കർമ്മങ്ങളെല്ലാം കുറെ പൂജ്യങ്ങളാണ്. ഒരു പൂജ്യമാണ് എങ്കിൽ പോലും അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പൂജ്യം എന്നല്ല പറയാ, 10 എന്നാണ് പറയാ. 2 പൂജ്യമായാൽ പിന്നെ അതിന്റെ വാല്യൂ കൂടി 100, 1000, 10,000, ലക്ഷം, ഇങ്ങനെയെല്ലാം ആ പൂജ്യങ്ങൾക്ക് വില നൽകിയത് എന്താണ്? ഇടത്തെ ഭാഗത്തെ ആ അക്കമാണ് എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങൾക്കും മൂല്യം നൽകുന്ന, പടച്ചറബിന്റെ അടുക്കൽ സ്ഥാനം നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് പടച്ചറബ് തൗഹീദ് ഉൾക്കൊള്ളുവാൻ നമുക്ക് അനുഗ്രഹം നൽകിയെന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ഉണർത്തിയിട്ടുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. പ്രവാചകരെ, താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ള സർവ്വ അമ്പിയാക്കന്മാർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നിങ്ങളെങ്ങാനും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ, പങ്കുചേർത്താൽ, നിങ്ങൾ ചെയ്യുന്ന സകലമാന സൽക്കർമ്മങ്ങളും അത് തകർന്ന് തരിപ്പണമായി പോകും. താങ്കൾ തീരാ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആനിന്റെ ആ ശൈലിയിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. വേണമെങ്കിൽ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന് പറയാം. കാരണം മനുഷ്യന്മാരിൽ മഹാഭൂരിപക്ഷവും ബഹുദൈവത്വത്തിന്റെ കറകൾ, അതിന്റെ ഭാണ്ഡങ്ങൾ പേറിക്കൊണ്ടുള്ള ജീവിതമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന സംഗതിയാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് മനുഷ്യരെ എന്നല്ല അവിടെ. അതല്ലെങ്കിൽ വിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അഭിസംബോധന ചെയ്യാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, പ്രവാചകരെ, താങ്കളെങ്ങാനും ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലു, താങ്കളെങ്ങാനും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ, പങ്കുചേർത്താൽ, താങ്കളുടെ സകലമാന സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകും. അത് പറഞ്ഞതിലുള്ള ഗുഡൻസ്, അതിന്റെ ഒരു യുക്തി എന്താണ് എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ ഉണർത്തി, ഹബീബായ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും തൗഹീദിന്റെ അഭാവത്തിൽ ഒരു എക്സ്ക്യൂസുമില്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്കിന്റെ ഒരു ചെറിയ ലാഞ്ചന വരെയും ആ പ്രവാചക ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് കാലയെ കൂട്ടി അറിയുന്ന അള്ളാഹു എന്തുകൊണ്ട് ആ ശൈലി പ്രയോഗിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഗൗരവവും പ്രാധാന്യവും നമ്മെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ്. അതേപോലെ തൗഹീദ് ഇല്ലാതെ ഒരാൾ എത്ര കർമ്മങ്ങൾ ചെയ്താലും അയാളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, മരണശേഷം അയാൾക്ക് പോകുവാനുള്ള ഇടം നരകമാണ് എന്നുള്ള കാര്യം അള്ളാഹു തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗം അയാൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് തന്നെ ഖുർആൻ പച്ചക്ക് നമ്മെ ഉണർത്തുകയാണ്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരെങ്കിലും ശിർക്ക് വെച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ, അതിൽ നിന്ന് തൗബ ചെയ്യാതെ, പശ്ചാത്തപിക്കാതെ, പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടാതെ, അങ്ങനെ ശിർക്കൻ വിശ്വാസങ്ങളും കർമ്മങ്ങളുമായി അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു. നഊദു ബില്ലാഹ്. വമഅവാഹുൻ നാർ, പിന്നെ അയാൾക്ക് പോകാനുള്ള സ്ഥലം നരകമാണ്. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അത്തരം അക്രമികൾക്ക് യാതൊരു സഹായിയെയും കാണുവാൻ സാധിക്കുകയില്ല, ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു.
അപ്പൊ സ്വർഗം നിഷിദ്ധമാക്കുകയും നരകം അനിവാര്യമാക്കുകയും ചെയ്യുന്ന മഹാ അപകടമാണ്, തിന്മയാണെന്ത്? ജീവിതത്തിൽ ശിർക്ക് വരിക എന്ന്. അപ്പൊ ശിർക്ക് വരാതെ സൂക്ഷിച്ച് തൗഹീദിന്റെ ആളുകളാകാൻ നമുക്ക് സാധിച്ചു എന്നത് പടച്ചറപ്പ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമുക്ക് ബാക്കി എന്തെല്ലാം പടച്ചറപ്പ് നൽകിയിട്ടുണ്ടോ നൽകാതിരിക്കട്ടെ, പക്ഷേ തൗഹീദ് എന്ന ഈ മഹിതമായ ആദർശം, ആ വിശുദ്ധി നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനെ സംബന്ധിച്ചും പരിതപിക്കേണ്ടതില്ല, പരിതപിക്കുകയില്ല. റബ്ബ് എനിക്ക് അത് തന്നില്ല, റബ്ബ് എനിക്ക് ഇത് തന്നില്ല എന്ന വേദനകളും വിഷമങ്ങളും ഒന്നും വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിഅമത്തുകളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മനസമാധാനമാണ്. അവർക്കുള്ളത് എനിക്കില്ലല്ലോ എന്നല്ല, അവർക്കില്ലാത്തത് എനിക്ക് നൽകിയല്ലോ എന്ന് കാണുവാനും തിരിച്ചറിയുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ പടച്ചറബ് നമുക്ക് നൽകിയ ഈ ആദർശത്തെ സംബന്ധിച്ച് സദാസമയത്തും നമ്മൾ ബോധവാന്മാരാവുകയും അതിന്റെ പേരിൽ പടച്ചറബിനോട് പ്രത്യേകം നന്ദി കാണിക്കുകയും ചെയ്യണം. അതിനാൽ തൗഹീദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാം ഗൗരവത്തോടുകൂടി കാണുകയും പഠിക്കുകയും ചെയ്യണം. ആരെങ്കിലും നമുക്ക് തൗഹീദ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ വൈകാരികമായി അതിനെ തെറി പറഞ്ഞ് ചീത്ത പറഞ്ഞ് വിമർശിക്കുന്നതിന് പകരം എന്താണ് ആ വിമർശനങ്ങളുടെയും ആരോപണങ്ങളുടെയും പിന്നിലുള്ള വസ്തുത എന്ന് മനസ്സിലാക്കി നമുക്ക് പിഴച്ചിട്ടുണ്ടോ തെറ്റിയിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിച്ച് ഏറ്റവും ശരിയിൽ തന്നെയാണ് നമ്മൾ എന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മാറ്റുരച്ച് ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ എല്ലാവരുടെയും പരലോക വിജയത്തിന് ആവശ്യമായ സംഗതിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, കലിമത്തു തൗഹീദ് ഉച്ചരിക്കുന്ന വിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ട് അവർക്കാർക്കും അബദ്ധം പറ്റുകയില്ല എന്നല്ല പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്. മറിച്ച് എന്റെ ഉമ്മത്തിൽ അഥവാ സത്യവിശ്വാസികളായ നിങ്ങളിലേക്ക് ശിർക്ക് അരിച്ചു കയറുന്നത് ഞാൻ ഭയപ്പെടുന്ന സംഗതിയാണ്. ഏതുപോലെ ഉറുമ്പ് അരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമായ രീതിയിൽ നിങ്ങളിലേക്ക് ശിർക്കിന്റെ വാക്കുകളും വർത്തമാനങ്ങളും പ്രവർത്തികളും ചിന്തകളും ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ ദുആ പഠിപ്പിച്ചു തരികയും ചെയ്തു. എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ വല്ലതിനെയും പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിവില്ലാതെ ശിർക്കിന്റെ വല്ല വിശ്വാസങ്ങളും ശിർക്കിന്റെ വല്ല പ്രവർത്തികളും ശിർക്കിന്റെ വല്ല വാക്കുകളും എന്നിൽ നിന്ന് വന്നു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം തന്നെ ഗൗരവപ്പെട്ട സംഗതിയാണ് ശിർക്കല്ലാത്തൊരു സംഗതിയെ ശിർക്കായി തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ആളുകളെയൊക്കെ മുശ്രിക്കുകളാണ്, അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്, ശിർക്കൻ വിശ്വാസമുള്ള ആളുകളാണ് എന്ന് പറയുന്നത് വളരെ ഗൗരവമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ഉണർത്തുന്നത് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാഹ് അവരൊക്കെ ഉദ്ധരിക്കുന്ന നിരവധി ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ. ഒരു ഹദീസ് എങ്ങനെയാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുമ ഇംറിഇൻ ഖാല ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഹാ അഹദുഹുമാ. ഒരാൾ തന്റെ സഹോദരനെ, ഒരു വിശ്വാസിയെ നോക്കി കാഫിറാണ് നീ അല്ലെങ്കിൽ മുശ്രിക്കാണ് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടാലൊരാൾ ആ കുഫറുമായി ശിർക്കുമായി മടങ്ങിപ്പോകാതിരിക്കുകയില്ല എന്നാണ്. ഇൻ കാന കമാ ഖാൽ, അയാൾ പറഞ്ഞതുപോലെ ഈ വ്യക്തിയിൽ കുഫറിന്റെയും ശിർക്കിന്റെയും ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ആ പറഞ്ഞതുപോലെ തന്നെ ആ പറയപ്പെട്ട വ്യക്തി മുശ്രിക്കോ കാഫിറോ ആണ്. അതല്ല, ആരോപണമായി ഇല്ലാത്തത് പറഞ്ഞ അയാളെ ആക്ഷേപിക്കുകയും ആരോപിക്കുകയും ചെയ്തതാണെങ്കിലോ വഇല്ല റജഅത് അലൈഹി, ബൂമറാങ് പോലെ അത് പറഞ്ഞ ആളുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വരും. പറഞ്ഞവൻ മുശ്രിക്കായി കാഫിറായി പോകുന്ന അവസ്ഥയുണ്ടാകും. ഏറെ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞത്. അപ്പോ വ്യക്തമായ തെളിവും രേഖയും ഇല്ലാതെ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു കാര്യത്തെ സംബന്ധിച്ച് അത് ശിർക്കാണ്, കുഫറാണ് എന്ന് പറയൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വലിയ അബദ്ധമാണ്, തെറ്റാണ്, കുറ്റമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നമ്മുടെ ആദർശത്തെ സംബന്ധിച്ച്
കൂടുതൽ വ്യക്തതയോടുകൂടി നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടത്. സർവ്വ അമ്പിയാക്കന്മാരും ആവർത്തിച്ച് ഉത്ബോധിപ്പിച്ച ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് പോലെ, യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, പടച്ചറബ്ബിനെ മാത്രം ആരാധിക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹയല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹുമില്ല. നിങ്ങൾക്ക് അഭയമായി, ആശ്രയമായി, അവലംബമായി പടച്ചറബ്ബല്ലാത്ത ഒരാളും നിങ്ങൾക്കില്ല. ഇത് ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്നു. ഓരോ പ്രവാചകന്മാരും ഓരോ സമൂഹങ്ങളിലേക്കാണ് വന്നത്, വ്യത്യസ്ത കാലങ്ങളിലാണ് വന്നത്. എന്നിട്ടും മാറ്റമില്ലാതെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആശയമായിട്ടാണ് ഇതേ ആയത്തുകൾ വാക്കുകളിൽ പോലും വ്യത്യാസമില്ലാതെ ആവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. സൂറത്തുൽ അഅറാഫിലെ 55-ാമത്തെ ആയത്തിൽ, 59-ാമത്തെ വചനത്തിൽ, 65-ൽ, 71-ൽ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുമ്പോൾ ആ പ്രവാചകന്മാരൊക്കെ ചെന്ന് ആ സമൂഹത്തോട് സ്നേഹത്തോടു കൂടി വിളിക്കുകയാണ്, യാ ഖൗം, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾക്ക് അല്ലാഹയല്ലാതെ ഒരു ഇലാഹില്ല, അഭയമായി, ആശ്രയമായി മറ്റാരുമില്ല. സർവ്വ അമ്പിയാക്കന്മാരുടെയും ചരിത്രത്തെ ചുരുക്കി അല്ലാഹ് പറഞ്ഞ 2 ആയത്തുകൾ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ഈ ആശയം പറയുമ്പോൾ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ 36-ാമത്തെ വചനത്തിലും 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ ആയത്തിലും എല്ലാ നബിമാരുടെയും ആദർശം ഇതായിരുന്നു എന്ന് പ്രത്യേകം അല്ലാഹ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അല്ലാഹ് അയച്ച എല്ലാ പ്രവാചകന്മാരും പ്രവാചകരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയാൻ, നബിക്ക് മുമ്പ് അല്ലാഹ് അയച്ച സർവ്വ അമ്പിയാക്കന്മാരും അവരുടെ ജനങ്ങളോട് ഏറ്റവും ഗൗരവത്തിലും ഏറ്റവും ആദ്യമായും പറഞ്ഞത് അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കാര്യമാണ്. ഈ ഒരു വസ്തുത നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യവും നിർബന്ധമായും 17 തവണയെങ്കിലും ആവർത്തിച്ച് പറയിപ്പിക്കുന്നുണ്ട്. എന്താണ്? സൂറത്തുൽ ഫാത്തിഹയിൽ നിത്യവും നമ്മൾ ആവർത്തിക്കുന്നതാണ്, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇത് ഒരു തവണയല്ല, ഒരു ദിവസം ഫർദ് മാത്രം നമസ്കരിക്കുന്ന ആളുകൾ നിർബന്ധമായും ഓതേണ്ടുന്ന ഫാത്തിഹയിലൂടെ റബ്ബിനോട് പറയാൻ, അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന്റെ ഗൗരവവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഉമ്മത്തിലെ മുഖ്യമായ അല്ലെങ്കിൽ കാര്യമായ പിഴവും ഭിന്നതയും തർക്കവും ഇതിൽ നിന്ന് തുടങ്ങുന്നു എന്നത് ദുഃഖകരമായ ഒരു വസ്തുതയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിന്റെ ക്രീമാണ്, അതിന്റെ സംക്ഷിപ്തമാണ്, അതിന്റെ ആകത്തുകയാണ്. ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. ഖുർആനിന്റെ ഉമ്മയാണ്, മാതാവാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ തന്നെ മർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ 5-ാമത്തെ വചനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മറ്റൊരു പേരുണ്ട്, സൂറത്തുൽ ദുആ, പ്രാർത്ഥനയുടെ അധ്യായം. സൂറത്തുൽ ഫാത്തിഹയിൽ ഒരേ ഒരു ദുആയേ ഉള്ളൂ. അതേതാണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ച സച്ചരിതരായ അമ്പിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ പാതയിലൂടെ ഞങ്ങൾ നീ നയിക്കണേ എന്നത്. ആ പ്രാർത്ഥന നമ്മൾ പടച്ചറബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനു മുമ്പ് റബ്ബിനോട് നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ്. അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യങ്ങളിലും, എന്റെ എല്ലാ പ്രതിസന്ധികളിലും, വിഷമങ്ങളിലും എനിക്ക് അവലംബവും ആശ്രയവും അഭയവുമായിട്ടുള്ളവൻ നീ മാത്രമാണ്. നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കുകയുള്ളൂ, നിനക്ക് മാത്രമേ എന്റെ ഇബാദത്തുകൾ സമർപ്പിക്കുകയുള്ളൂ എന്ന ഇസ്ലാമിന്റെ, ഖുർആനിന്റെ കാതലായ ഒരു ആദർശ തലമാണ് ആ വചനത്തിലുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, മുസ്ലിം ഉമ്മത്തിലെ ഭൂരിപക്ഷം വരുന്ന സമസ്തക്കാർ, സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ അവർ മനസ്സിലാക്കുന്നത് എന്താണ്? അല്ലാഹു അല്ലാത്ത ആരോടും, അമ്പിയാക്കന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ, ഇനി ഊരും പേരും ഒന്നും അറിയാത്ത ഒരു മഹാൻ എന്ന് പറഞ്ഞ്
പേരിൽ അറിയപ്പെടുന്ന പറഞ്ഞുവിടുന്ന ആളുകളാകട്ടെ, അവരോടൊക്കെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും പറയാം, എല്ലാ ആരാധനകളും അവർക്ക് സമർപ്പിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഇലാഹാണെന്ന വിശ്വാസമില്ലാതിരുന്നാൽ മതി. സ്വയം കഴിവുള്ളവരാണ് എന്ന് അംഗീകരിക്കാതിരുന്നാൽ മതി. സ്വമതീയത്ത് അള്ളാഹുവിന് മാത്രം. എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാനും പടക്കുവാനും ഒക്കെ കഴിവുള്ളവൻ അള്ളാഹു. ആ പടച്ചിറപ്പ് കഴിവ് കൊടുത്താൽ ഏത് അമ്പിയാക്കളോടും ഏത് ഔലിയാക്കളോടും ഏത് സജ്ജനങ്ങളോടും നമ്മുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഇപ്പൊ അവിടെ നിന്നും വിട്ട അവസ്ഥയാണ് നമ്മൾ ലേറ്റസ്റ്റ് അവരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. മുദബ്ബിറുൽ ആലം, ലോകം മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളയാണെന്നല്ല, CM മടവൂരാണെന്നാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ പടച്ചോൻ CM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിറക്കിയ ആളുകളാണ്. അപ്പൊ അവരുടെ എത്രമാത്രം പിഴവിലും അബദ്ധത്തിലുമാണ് എന്നറിയുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചില്ലേ? അത് കേട്ടിരിക്കാൻ ആളുകളുണ്ട്. നിറഞ്ഞ സദസ്സിൽ നിന്ന് ഇത്തരം പിഴച്ച വിശ്വാസങ്ങൾ സമൂഹത്തോട് പറയുമ്പോൾ, തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്ന കൗമുണ്ട് എന്നറിയുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ, അവരുടെയൊക്കെ തലച്ചോറിൽ എത്രമാത്രം അഴുക്കുകളും വൃത്തികേടുകളുമാണ് ആദർശപരമായി പേറിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനും അത്തരം ചെളിക്കുണ്ടുകളിൽ അഴുക്കുകളിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് ഓർക്കുവാനും അള്ളാഹുവിനെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കും. അപ്പൊ അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഇബാദത്തുകൾ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ കുഴപ്പമില്ല, എന്ത് മതി? അവരൊക്കെ സ്വയം കഴിവുള്ളവരാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, സമതീയത്ത് അംഗീകരിക്കാതിരുന്നാൽ മതി എന്നതാണ് അവരുടെ വിശ്വാസവും ആദർശവും. കള്ള് കുടിക്കുമ്പോൾ ചായയാണ് അല്ലെങ്കിൽ പാലാണ് കുടിക്കുന്നത് എന്ന് കരുതി കുടിച്ചാൽ വല്ല വ്യത്യാസമുണ്ടോ? അപ്പോ ചെയ്യുന്ന കാര്യത്തിനാണ് അവിടെ പ്രാധാന്യം. അപ്പൊ അവര് പറയും ഇലാഹാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. മൊഹിദ്ദീൻ ശൈഖിനോട് ഞങ്ങൾ സങ്കടങ്ങൾ പറയും, മക്കളില്ലെങ്കിൽ കുട്ടി ഉണ്ടാകുവാൻ വേണ്ടി അവിടെയും അതേപോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ചെന്ന് ജാറമാകുന്ന ജാറങ്ങളിലൊക്കെ തീർത്ഥാടനങ്ങൾ, സിയാറത്തുകൾ നടത്തി കുട്ടി ഉണ്ടാകുവാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമവർ. അവരുടെ വിശ്വാസം അത് ശിർക്കല്ല. കാരണം ആ കിടക്കുന്ന ആള് ഇലാഹാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. സത്യത്തിൽ ഇലാഹ് എന്ന് പറയുന്നത് ആർക്കാണ്? ലിസാനുൽ അറബ് എന്ന് പറയുന്ന അറബി ഭാഷയിലെ ആധികാരികമായ ഒരു ഡിക്ഷണറി ഉണ്ട്. അറബി ഭാഷയിൽ ഓരോ പദങ്ങളുടെയും കൃത്യമായ അർത്ഥം വിശദീകരിക്കുന്ന പൊതുവെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഷാ ഡിക്ഷണറിയാണ് ലിസാനുൽ അറബ്. അതിൽ ഇലാഹ് എന്ന വാക്കിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അൽ ഇലാഹു ഹുവല്ലാഹു അസ്സ വജൽ. ഖുർആനിൽ അതേപോലെ ഹദീസുകളിൽ ഭാഷയിലൊക്കെ അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഇലാഹ്, ഒറിജിനൽ ദൈവം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വകുല്ലു മത്തുഖിദ മിൻ ദൂനിഹി മഅബൂദൻ ഇലാഹുൻ ഇൻദ മുത്തഖിദി. ആരെല്ലാം ഇബാദത്തുകൾ സമർപ്പിക്കുന്നുവോ അവയെല്ലാം ആ ഇബാദത്ത് ചെയ്യുന്ന ആളുടെ അടുക്കൽ ഇലാഹാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കല്ലിനെ വണങ്ങുന്നുവെങ്കിൽ ആ കല്ലിന് മുമ്പിൽ നേർച്ചയോ വഴിപാടുകളോ ആരാധനയോ സമർപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ കല്ല് അയാളെ സംബന്ധിച്ചിടത്തോളം ഇലാഹാണ് എന്നർത്ഥം. കാരണം ആരാധിക്കപ്പെടുന്നത് എന്നാണ് ഇലാഹിന്റെ സാമാന്യമായ അർത്ഥം. വൽ ആലിഹത്തു അൽ അസ്നാം. അതുകൊണ്ടാണ് ഖുർആനിൽ തന്നെ പലപ്പോഴും ആലിഹത്ത് എന്ന് കാണാം, ഇലാഹ് എന്നതിന്റെ ബഹുവചനം. കുറെ ഇലാഹുകൾ, സത്യത്തിൽ ഏക ഇലാഹേ ഉള്ളൂ. ബാക്കി കുറെ ഇലാഹുകൾ എന്ന് പറയാൻ കാരണം എന്താ? അവയെ എല്ലാം, വിഗ്രഹങ്ങളെ എല്ലാം ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ അടുക്കൽ അത് ഇലാഹാണ്. എന്നിട്ട് ഖുർആനിന്റെ തെളിവുകൾ കൂടി ഉദ്ധരിക്കുന്നത് കാണുവാൻ സാധിക്കും. സൂറത്ത് ത്വാഹയിലെ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വൻദുർ ഇലാ ഇലാഹിക്കല്ലദീ ളൽത അലൈഹി ആകിഫൻ ലനുഹർരിഖന്നഹു ثم لننسفنه. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാമിരിയോട് പറയാൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രതിനിധിയായി നിശ്ചയിച്ചുകൊണ്ട് തൗറാത്ത് വാങ്ങാൻ പോയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ സാമിരി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും ആ കാളക്കുട്ടിയോട് അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ആരാധിക്കുവാൻ, അവിടെ എഴുത്തിക്കാപ്പിരിക്കുവാനും തുടങ്ങിയപ്പോൾ ദേഷ്യത്തോടുകൂടി ഈ വിവരം പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതാണ്, വൻദുർ ഇലാ ഇലാഹിക. നിന്റെ ഇലാഹിനെ നീ നോക്കിക്കോ.
അല്ലദീ ളൽത അലൈഹി ആകിഫ, അതിന്റെ മുമ്പിലാണല്ലോ നിങ്ങൾ ഇഅ്തികാഫിരിക്കുന്നത്, വചനമിരിക്കുന്നത്. ലനുഹർരിഖന്നഹു, നാം തീർച്ചയായും അതിനെ കരിച്ചു കളയുക തന്നെ ചെയ്യും. തുമ്മ ലനൻസിഫന്നഹു, എന്നിട്ട് അതിനെ വിതറി ധൂളികളാക്കി അതിനെ വിതറുകയും ചെയ്യും. അപ്പൊ ഖുർആൻ ഇവിടെ പറഞ്ഞത് നിന്റെ ഇലാഹിനെ നീ നോക്കുക എന്നാണ്. അതുകൊണ്ട് സാമിരിയെ സംബന്ധിച്ചിടത്തോളം ആ പശുക്കുട്ടി അയാളുടെ ഇലാഹാണ്. കാരണം അയാളും അയാളെ അംഗീകരിച്ചവരും ആ പശുക്കുട്ടിയെ, കാളക്കുട്ടിയെ ആരാധിക്കുന്നവരാണ്, അതിന്റെ മുമ്പിൽ നേർച്ച സമർപ്പിക്കുന്നവരാണ്, വഴിപാടുകൾ നേരുന്നവരാണ്. അപ്പൊ ഏതൊരു വ്യക്തിക്കും അത് നാട്ടിലെത്തപ്പെട്ട വിഗ്രഹങ്ങളാകട്ടെ, കിടത്തപ്പെട്ട കബറുകളാകട്ടെ, ഏതാണെങ്കിലും അവയുടെ മുമ്പിൽ ഒരാൾ ഭക്തി പുരസ്സരം നേർച്ചകളോ വഴിപാടുകളോ ഇബാദത്തിന്റെ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ അയാൾ ആ വ്യക്തിയെ, ആ വസ്തുവിനെ ഇലാഹാക്കി മാറ്റി. ഇത് ഭാഷയിലൂടെ, പ്രമാണങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. അതേപോലെ മക്കയിലെ മുശ്രിക്കുകൾ അവർ ഹജ്ജ് ചെയ്തിരുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, അബൂജഹലും ഉത്ബത്തും ഷൈബത്തും ഒക്കെ വലിയ ഹാജിയാരായിരുന്നു എന്നർത്ഥം. അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, കഅബയെ ത്വാഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് പോലെയുള്ള തൽബിയത്തും അവർ പറഞ്ഞു. ഹദീസുകളിൽ നമുക്ക് കാണാം, സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സംഭവമുണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഹജ്ജിനും ഉംറക്കും ഒക്കെ നമ്മൾ പോകുമ്പോൾ ചൊല്ലുന്ന അതേ തൽബിയത്ത് അവർ പറയും. പക്ഷെ ആ തൽബിയത്തിന്റെ അവസാനത്തിൽ തൽബിയത്തിൽ എന്താ പറയുന്നത്? അല്ലാഹുവേ, നിന്നെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു, നിനക്ക് നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് ഇലാഹായിട്ടില്ല, നീയാണ് ഞങ്ങളുടെ എല്ലാം എന്നൊക്കെ പറയുന്ന തൗഹീദിന്റെ വചനങ്ങൾ പറഞ്ഞിട്ട് ഒരു വാൽകഷണം, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് അവസാനത്തിൽ അവർ ചേർത്ത് പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക്. പടച്ചവനെ, ഞങ്ങൾ ചില പങ്കുകാരെ സ്വീകരിച്ചിട്ടുണ്ട്, അവർ സ്വയം കഴിവുള്ളവരല്ല, അവരൊക്കെ നിന്റെ തന്നെയാണ്, നീ ഉടമപ്പെടുത്തിയിട്ടുള്ള, നിന്റെ കീഴിലുള്ളവരാണ് അവർ. തംലികുഹു വമാ മലക്, അവർക്ക് എന്തെല്ലാം കഴിവുകളും ശേഷികളും ഉണ്ടോ അതൊക്കെ നീയാണ് സാക്ഷാൽ ഉടമപ്പെടുത്തുന്നവൻ, നീ കൊടുത്തതേ അവർക്കുള്ളൂ, അവരൊന്നും സ്വയം കഴിവുള്ളവരല്ല. എന്നാ ശരി, അത് ചെയ്തോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ല, അവിടെ തിരുത്തി, നിങ്ങൾ അതുവരെയും പറഞ്ഞത് മതി, ഈ ലാസ്റ്റ് പറഞ്ഞ ഭാഗം പറയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തത്. അപ്പോ ഇലാഹാണ് എന്ന് വിശ്വസിച്ചില്ലെങ്കിലും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകളുടെ ഏതെങ്കിലും ഒരു അംശം അല്ലാത്ത ആർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ കടക്കൽ കത്തി വീണു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞയുടെ ഒന്നാമത്തെ ആ പ്രഖ്യാപനം തന്നെ തെറ്റിച്ചവരായി മാറി. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ചോദിക്കുന്ന വിഷയത്തിലാകട്ടെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു തുറവി തേടുന്ന വിഷയത്തിലാകട്ടെ, ഏതിലും പടച്ച റബ്ബിനോടല്ലാത്ത ഒരു സൃഷ്ടിയോടും, അത് ഇലാഹാണെന്ന് സങ്കല്പിച്ചുകൊണ്ടോ അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കാതെയോ എങ്ങനെയാണെങ്കിലും അല്ലാഹ് അല്ലാത്തവരോട് ചോദിച്ചാൽ ശുദ്ധമായ ശിർക്കാണ്. അത് നമ്മെ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന, സ്വർഗം ഹറാമാക്കുന്ന, നരകം നിർബന്ധമാക്കുന്ന ഏറ്റവും വലിയ പാതകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാര്യമായി ആ വിഭാഗത്തെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ജീവിതത്തിൽ തലപോയാലും പുഴുവരിച്ച് മരിക്കേണ്ടി വരുന്ന മാരകമായ രോഗത്തിലാണെങ്കിലും അല്ലാഹ് എന്നല്ലാതെ ഞങ്ങൾ വിളിക്കുകയില്ല എന്ന് ഉറപ്പിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ അല്ലാഹ് അല്ലാത്ത ഒരാളോട് അവരെ ഇലാഹാണെന്നുള്ള വിശ്വാസമില്ലെങ്കിലും, സമതീയത്തെ വകവെച്ചു കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളാരും ശിർക്കിലേക്ക്, ജാലത്തിലേക്ക് പോവുകയില്ല. അള്ളാഹു ആ തൗഹീദിൽ നമ്മെ എല്ലാവരെയും ഉറപ്പിച്ചു തരുമാറാകട്ടെ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അവർ കുറച്ചുകൂടി നമ്മളിലേക്ക് അടുക്കുവാനും അവരിൽ നമ്മൾ ആകൃഷ്ടരാകുവാനും ഒക്കെ സാധ്യത കൂടുതലുള്ള ആളുകളാണ്. പല വിഷയങ്ങളും അവരെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിലും ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന കാതലായ വിഷയത്തിൽ തന്നെ, ഇബാദത്തിന്റെ അർത്ഥത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും നമ്മളും തമ്മിൽ വിയോജിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ ഇബാദത്ത് അല്ലാഹു മാത്രം. നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരുടെ എല്ലാം ദഅവത്തിൽ അത് ആവർത്തിച്ചു വന്നതാണല്ലോ. അപ്പൊ ഇബാദത്തിന്റെ അർത്ഥത്തിൽ അവർ പറയുന്നത്, മുജാഹിദുകളായ സലഫികളായ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ തൗഹീദ് പൂർണ്ണമല്ല,
നിങ്ങൾ ആരാധന അള്ളാഹ്ക്ക് മാത്രം, ഓക്കെ, അത്രയും ശരിയാണ്, മൂന്നിൽ ഒന്നേ ശരിയായിട്ടുള്ളൂ. അതിനു പുറമെ അനുസരണവും അടിമവേലയും അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയണം. ഇത് സാക്ഷാൽ മൗദൂദി സാഹിബിന്റെ പേരിൽ അറിയപ്പെടുന്ന തഫ്ഹീമുൽ ഖുർആൻ, ഉറുദുവിലാണെങ്കിലും അതിന്റെ മലയാള പരിഭാഷകളൊക്കെ ഇന്ന് ലഭ്യമാണ്. അതിൽ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഒന്ന് വായിച്ചു നോക്കാം. ആ ഫാത്തിഹയിലെ 5-ാം അധ്യായം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഒരു ഫുട് നോട്ട്, അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇവിടെ ആരാധന എന്നതോടൊപ്പം അനുസരണയും അടിമവേലയും ഒരുപോലെ, മൂന്നും ഒരുപോലെ പരിഗണിക്കേണ്ടതാണ്. അഥവാ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, അള്ളാഹിനെ മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഞാൻ അടിമവേല ചെയ്യുകയുള്ളൂ. ഇത് മൂന്നും അംഗീകരിച്ചാൽ മാത്രമേ ഇസ്ലാമിന്റെ ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടവരാവുകയുള്ളൂ. അതുകൊണ്ട് സലഫികൾ മൂന്നിൽ ഒന്നേ എടുത്തിട്ടുള്ള 2 ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതങ്ങനെയാണെങ്കിൽ ഗൗരവമുള്ളതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ? നമ്മൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ എത്രയോ സ്വഹാബത്ത് മറ്റുള്ളവരുടെ അടിമകളായിട്ടുണ്ടായിരുന്നു. അവരാരെങ്കിലും ശിർക്ക് ചെയ്താണ് ജീവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പരിതപിച്ചോ പറഞ്ഞു. അപ്പൊ ഒരാൾ അടിമയാവുക എന്നുള്ളത് കൊണ്ട്, അടിമവേല ചെയ്യുക എന്നുള്ളത് കൊണ്ട് തൗഹീദിൽ നിന്ന് പുറത്തു പോകുകയൊന്നും ചെയ്യില്ല. പക്ഷേ സ്വതന്ത്രരായി ജീവിക്കുമ്പോൾ തന്നെ തൗഹീദ് കൈമോശം വന്നു പോകുന്ന ധാരാളം അവസ്ഥകളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ആരാധനകളാകട്ടെ, നേർച്ച വഴിപാടുകളാകട്ടെ, മറ്റെന്തുമാകട്ടെ, അത് വേറെ ആർക്കെങ്കിലും വകവെച്ചു കൊടുത്തിട്ട് ഏറ്റവും വലിയ ഭരണാധികാരിയായി ജീവിച്ചാലോ അയാൾ തനിച്ച ശിർക്കിലും കുഫറിലുമായിരുന്നു. അപ്പോ അടിമയായി, അധികാരമില്ലാതെയായി പോയി എന്നതല്ല പ്രശ്നം. മാത്രമല്ല ബാക്കി പല ആളുകളെയും അനുസരിക്കണം എന്ന് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കട്ടെ, അതേപോലെ തന്നെ ഭരണാധികാരികളെ അനുസരിക്കട്ടെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ഉലമാക്കളെ അനുസരിക്കണ്ടേ? ഇതൊക്കെ ഖുർആനിലൂടെ പറഞ്ഞതല്ലേ. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ. അപ്പൊ അനുസരണം എന്നത് ഇബാദത്ത് പോലെയല്ല. കാരണം വളരെ വ്യക്തമായി നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ആദർശ പ്രബോധന രംഗത്ത് വിശദമായി പറഞ്ഞു തന്ന സംഗതിയാണ്. മുത്തിയുർ റസൂൽ, ഒരാൾ അള്ളാഹുവിനെ, അവന്റെ പ്രവാചകനെ അനുസരിക്കുന്നുവെങ്കിൽ അയാൾ കാഫിറല്ല, മുഅ്മിനാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നു, അയാൾ മുഅ്മിനാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നു എങ്കിലോ അയാൾ ഒറിജിനൽ മുഅ്മിൻ തന്നെയാണ്. എന്നാൽ ആബിദുർ റസൂൽ, ഒരു പ്രവാചകനെ ഒരാൾ ഇബാദത്ത് ചെയ്യുന്നു എങ്കിൽ അയാൾ കാഫിറാണ്, മുശ്രിക്കാണ് എന്നതിൽ തർക്കമില്ല. അപ്പോൾ പ്രവാചകനെ അനുസരിക്കുന്നവനും പ്രവാചകനെ ആരാധിക്കുന്നവനും ഒരുപോലെയാണോ? അല്ല എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ഉപമ, ഒരു ഉദാഹരണം എന്റെ മനസ്സിലേക്ക് കടന്നു പറയാം. ഇബാദത്ത് എന്ന്, അനുസരണം എന്നത് ഒരു കാലിച്ചാക്ക് പോലെയാണ്. കാലിച്ചാക്കിന്റെ പ്രത്യേകത എന്താ? അത് കാലിച്ചാക്ക് നമ്മൾ എടുക്കുമ്പോൾ ചാക്ക് എന്ന് പറയുള്ളൂ. അതിൽ അരി നിറക്കുകയാണെങ്കിൽ അരിച്ചാക്ക് എന്ന് പറയും. മുളകാണ് നിറക്കുന്നതെങ്കിൽ മുളക് ചാക്ക് എന്ന് പറയും. പഞ്ചസാര നിറച്ചാൽ പഞ്ചസാര ചാക്ക് എന്ന് പറയും. അപ്പൊ ചാക്കിന് മാത്രമായി പ്രത്യേകിച്ച് ഒരു വിധി പറയാൻ പറ്റുകയില്ല. എന്നതുപോലെ അനുസരിക്കപ്പെടുന്ന വിഷയം എന്താണോ അതനുസരിച്ചാണ് ശിർക്കും കുഫറും ഹറാമും ഹലാലും സുന്നത്തും ഫർളും ഒക്കെയായി മാറുന്നത്. അള്ളാഹുവിനെ അനുസരിച്ചാൽ അവൻ മുഅ്മിൻ, റസൂലിനെ അനുസരിച്ചാൽ അവൻ മുഅ്മിൻ. പക്ഷേ അള്ളാഹുവിനെ ആരാധിച്ചാൽ മുഅ്മിനാണ്, റസൂലിനെ ആരാധിച്ചാലോ മുഅ്മിനാവോ? ഇല്ല. എന്നാൽ അനുസരണത്തിന്റെ കാര്യം, തെറ്റായ കാര്യത്തിൽ അനുസരിച്ചാൽ എന്ന് അവർ പിന്നെ വ്യാഖ്യാനിക്കും. ശരി, തെറ്റായ കാര്യത്തിൽ ഒരാളെ അനുസരിച്ചാൽ, ഇപ്പോ കൂട്ടുകാരുടെ അടുക്കൽ വെച്ച് മദ്യപിക്കാൻ അല്ലെങ്കിൽ പുകവലിക്കാൻ സിഗരറ്റ് വാങ്ങിക്കുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി സഹായം ചോദിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോ അവനെ അനുസരിച്ച് ഒരു തെറ്റായ കാര്യത്തിന് നിന്നുകൊടുത്തു. ഒരു തെറ്റായ കാര്യം ചെയ്യാൻ കൂട്ടുകാരനെ സഹായിച്ചു. ആ സഹായം ചോദിച്ചതും അല്ലെങ്കിൽ അയാളെ അനുസരിച്ചതും അതിന്റെ പേരിൽ അയാൾ മുശ്രിക്കായി എന്ന് പറയാൻ പറ്റും. അയാളത് ഹറാമ് ചെയ്തു. അപ്പോ അനുസരിച്ചത് ഏത് വിഷയത്തിലാണ്? ഹറാമായ വിഷയത്തിലാണ്. അപ്പോൾ അയാൾ ഹറാമ് ചെയ്തു എന്ന് പറയാൻ പറ്റൂ. ഹലാലായ ഒരു കാര്യത്തിനാണ് സഹായം ചോദിച്ചതും സഹായിച്ചതും അനുസരിച്ചതും എങ്കിൽ അത് അനുവദനീയമായ കാര്യത്തിലാണ്. അപ്പോ അനുസരിക്കുക എന്നതിൽ മാത്രം ശിർക്കും കുഫറും വരുന്നില്ല.
ഷിർക്കായ കാര്യത്തിനനുസരിച്ചാൽ ഷിർക്കായി, ഹറാമായ കാര്യത്തിനനുസരിച്ചാൽ ഹറാമ് ചെയ്ത ആളായി. ഹലാലായ അനുവദനീയമായ കാര്യത്തിലാണ് അനുസരിച്ചതെങ്കിൽ അനുവദനീയമായ ഒരു അനുസരണം എന്നേ വരികയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിലെ പ്രബലരായ രണ്ട് വിഭാഗത്തോട് ആദർശപരമായി നമ്മൾ പോരടിച്ചു പോയ കാലഘട്ടത്തിൽ ഉറക്കെ വ്യക്തമായി പറഞ്ഞ് മുജാഹിദുകൾക്കിടയിൽ തർക്കമില്ലാതെ എല്ലാവരോടും പറഞ്ഞു പല ആളുകളും ആ ആദർശം ഒഴിവാക്കി ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്ന ആളുകളുണ്ട്. എന്നാൽ മുജാഹിദുകൾക്കിടയിൽ 2002 വരെ ഒരുപോലെ തർക്കമില്ലാതെ പറഞ്ഞിരുന്ന സംഗതിയാണ്. മുൻകാല പണ്ഡിതന്മാരുടെ രചനകളും പ്രഭാഷണങ്ങളും ഒക്കെ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നുള്ള ആ വചനത്തിൽ മുജാഹിദുകൾ എല്ലാവരും മറ്റുള്ളവരോട് ശിർക്ക് ചെയ്യുന്ന മുസ്ലിം ഉമ്മത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളോട് പറയും മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പുറത്തെ തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ സഹായിക്കണേ തുടങ്ങിയ സഹായ തേട്ടങ്ങളെല്ലാം തൗഹീദിന്റെ വിരുദ്ധവും ശിർക്കുമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആശ്രയവും അവലംബവും പ്രതീക്ഷയും എല്ലാം അഥവാ നമ്മുടെ ഇലാഹ് അല്ലാഹു മാത്രമാണ് എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യം എന്താണ്? നിങ്ങളും മുജാഹിദുകളായ നിങ്ങൾ തൗഹീദിന്റെ ആളുകളായി വരുന്നുണ്ടല്ലോ, അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ സഹായം ചോദിക്കുവാൻ പാടുള്ളൂ എന്ന് പറയുകയും നിങ്ങൾ തന്നെയും അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ വ്യാഖ്യാന പ്രകാരം നിങ്ങളുടെ ആദർശപ്രകാരം നിങ്ങൾ തന്നെ മുശ്രിക്കുകളായി എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ എന്താണ് അള്ളാഹ് അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത്? അവര് പറയും നിങ്ങൾ രോഗിയായി കഴിഞ്ഞാൽ ഡോക്ടറോട് ചെന്ന് മരുന്ന് ചോദിക്കുന്നില്ലേ, രോഗം മാറ്റിത്തരണേ എന്ന് പറയാറില്ലേ, കടയിൽ ചെന്ന് സാധനങ്ങൾ ചോദിക്കാറില്ലേ, വീട്ടിൽ സാധനങ്ങൾ തീർന്നു പോയി കഴിഞ്ഞാൽ അയൽവാസികളോട് നിങ്ങൾ സഹായം ചോദിക്കാറില്ലേ? അപ്പോ അള്ളാഹിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്നൊരു ഭാഗത്ത് പറയാം, എന്നിട്ട് അള്ളാഹ് അല്ലാത്തവരോട് നിങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയാകുന്ന സഹായ തേട്ടവും പ്രാർത്ഥന അല്ലാത്ത സഹായ തേട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്ത ധാരാളം രചനകളും പ്രഭാഷണങ്ങളും ഒക്കെ പഴയ ഓലക്കാസറ്റുകളും അതേപോലെ പുസ്തകങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ പറ്റും. അതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞ വ്യക്തിയാണ് മരിച്ചുപോയ കുഞ്ഞീദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ്, അധ്വാനിച്ചവനെ കൂലിയുള്ളൂ, സുന്നത്തും ബിദ്അത്തും തുടങ്ങി അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ അദ്ദേഹം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ ലളിതമായ ഒരു കഥ വായിക്കുന്നത് പോലെ ചില ഉപമകളും ഉദാഹരണങ്ങളും പറഞ്ഞ് വിശദീകരിക്കുന്ന ലളിതമായ രചനകളാണ് കുഞ്ഞീദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അദ്ദേഹം ഈ വിഷയം വളരെ മനോഹരമായി പറഞ്ഞൊരു ഉദാഹരണം എന്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഈ വിഷയം പറയുമ്പോഴൊക്കെ പറയാറുണ്ട്. എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ, മുസ്ലിയാക്കന്മാർ ഇപ്പൊ ആളുകൾ കൺഫ്യൂഷൻ ആക്കല്ലേ. പടച്ചറബിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് മുജാഹിദുകൾ ഒരു ഭാഗത്ത് പറയുമ്പോൾ അവർക്ക് രോഗം വന്നാൽ പടച്ചവന് രോഗം മാറ്റിത്തരണേ എന്ന് മാത്രമല്ലല്ലോ അവർ പറയല്. അവരെന്ത് ചെയ്യും? ഡോക്ടറോട് ചെന്നത് പറയും, എന്റെ അസുഖം മാറാൻ മരുന്ന് തരണേ, സഹായിക്കണേ എന്ന് പറയും. അപ്പൊ അവിടെ സഹായം ചോദിച്ചില്ലേ? റേഷൻ കടയിൽ ചെന്ന് അരി ചോദിക്കും. അതേപോലെ ഓരോ കടകളിൽ ചെന്നും സാധനങ്ങളും പൈസയില്ലെങ്കിൽ പൈസയുള്ളവരോട് വായ്പയായും ഒക്കെ സഹായങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഈ സഹായ തേട്ടം നിങ്ങൾ പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിന്റെ പരിധിയിൽ വരുന്നതാണോ, അല്ലെങ്കിൽ അതിന് വിരുദ്ധമാണോ, തെറ്റായ സംഗതിയാണോ എന്നാണ് ചോദ്യം. അപ്പൊ കുഞ്ഞീദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ലളിതമായി പറഞ്ഞൊരു ഉദാഹരണം. ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ അടുക്കളയിൽ വെച്ച് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് 1.5-2 വയസ്സ് പ്രായമുള്ള ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി മുറ്റത്ത് വരാന്തയിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ ഉമ്മ ഈ കുട്ടിയെ ഇടക്കിങ്ങനെ നോക്കും ജനലിലൂടെ. ആ കുട്ടി എന്താണ് എടുക്കുന്നത്? സ്വാഭാവികം നമ്മളൊക്കെ ശ്രദ്ധിക്കാറുള്ളത് പോലെ. അങ്ങനെ ഇവർ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു സമയത്ത് നോക്കുമ്പോ മുട്ടിലിഴഞ്ഞ് മുട്ടുകുത്തി പോകുന്ന ഈ ചെറിയ പിഞ്ചു കുഞ്ഞ് എവിടെ എത്തി നിൽക്കുന്നു? അവരുടെ മുറ്റത്തുള്ള കിണറിന്റെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. ആ കിണറിനാണെങ്കിൽ മതിൽ കെട്ടില്ല, മറച്ചു കെട്ടില്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള ഒരു കിണറാണ്. അത് കണ്ടപ്പോൾ ആ ഉമ്മ
നെഞ്ചത്തടിച്ചുകൊണ്ട് ഒരു വിളി വിളിച്ചു. അവരുടെ സഹോദരൻ മുജീബ് കിണറിന്റെ തൊട്ടടുത്ത് വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവനോടാണ് പറയുന്നത്, മുജീബേ എന്റെ കുട്ടി, അഥവാ മുജീബ് എന്റെ കുട്ടിയെ പിടിച്ച് രക്ഷിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മുജീബേ എന്റെ കുട്ടി, മുജീബേ എന്റെ കുട്ടിയെ രക്ഷിക്കണേ വിളിക്കൊന്നാണ്. പക്ഷെ അതിന്റെ പേരിൽ മുജീബിനോട് പ്രാർത്ഥിച്ചു എന്നോ ആ ഉമ്മ ശിർക്ക് ചെയ്തു എന്നോ ആരും പറയുകയില്ല. നേരെ മറിച്ച് കുറച്ചപ്പുറത്ത് ഈ ശബ്ദം കേട്ട് ഇവരുടെ വല്യമ്മ, അവിടെയുള്ള മുറ്റത്തെ കരിയിലയും ചപ്പുചവറും ഒക്കെ അടിച്ചുകൂട്ടുന്ന വല്യമ്മ, പ്രായം ചെന്ന ഉമ്മ ആ രംഗം കാണാണ്. ഈ പെണ്ണിന്റെ ശബ്ദം കേട്ട് നോക്കുമ്പോ ഈ വല്യമ്മയുടെ പേരക്കുട്ടിയായ ചെറിയ കുഞ്ഞ് കിണറിന്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കാണ്. അത് കണ്ടപ്പോ ബദരീങ്ങളെ അളി മൊയ്തീൻ ഷേഖേ എന്റെ കുട്ടി. അവ രണ്ടും പറഞ്ഞതൊന്നാണ്. മൊയ്തീൻ ഷേഖയെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ, എന്റെ കുട്ടിയെ കാത്തോളണേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ മുജീബെ എന്റെ കുട്ടി എന്നാ പറഞ്ഞത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്ന്, മുജീബ് ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ട്, ജീവനോടെയുള്ള ഒരു ആളാണ് മുജീബ്. ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഓടി എന്റെ കുട്ടിയെ ചെന്ന് പിടിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് എന്റെ കുട്ടിയെ അടുത്ത് ചെന്ന് രക്ഷപ്പെടുത്താൻ മുജീബിന് സാധിക്കും. അപ്പൊ മുജീബിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം, മുജീബിന്റെ സാന്നിധ്യത്തിൽ മുജീബിനോട് സഹായം ചോദിക്കുന്നു. അത് സ്വാഭാവികമായും നമ്മളൊക്കെ മനുഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന മനുഷ്യ കഴിവിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സഹായതേട്ടമാണ്. അതാണ് കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിലുള്ള സഹായതേട്ടം. അവിടെ ഒരിക്കലും പ്രാർത്ഥന വരുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാത്തവരോടായി എന്നുള്ളത് കൊണ്ട് ശിർക്കുമാകുന്നില്ല. ക്ലിയർ ആണ്. ഇപ്പൊ നമ്മളോട് നമ്മുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ഒരാൾ സഹായം ചോദിക്കുന്നു, നമ്മൾ ആ പ്രസന്റിലുണ്ട്, നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സഹായമാണ് ആ ചോദിച്ചത് എങ്കിൽ ചോദിച്ച ആളും ചെയ്തു കൊടുക്കുന്ന നമ്മളും ഒരിക്കലും പടച്ചറപ്പിന്റെ മർത്തബയിലേക്ക് ഉയരുകയോ ചോദിക്കപ്പെട്ട ആളോട് പ്രാർത്ഥിച്ചു എന്നോ പ്രാർത്ഥിച്ചയാൾ വലിയൊരു സഹായം ചെയ്ത് അയാളെ രക്ഷപ്പെടുത്തി അങ്ങനെ ഇയാൾ ഇലാഹായി എന്നോ യാതൊരു തരത്തിലുള്ള അഭൗതികതയും പ്രാർത്ഥനയും ഒന്നും ആരും സങ്കല്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് വല്യമ്മ പറഞ്ഞതോ, മൊയ്തീൻ ഷേഖെ അല്ലെങ്കിൽ ബദരീങ്ങളെ എന്റെ കുട്ടിയെ കാക്കണേ എന്ന് പറയുമ്പോൾ മൊയ്തീൻ ഷേഖ് അവിടെ പ്രസന്റിലില്ല, അവിടെ ഹാദിറല്ല. മൊയ്തീൻ ഷേഖ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ വ്യക്തിയാണ്, മയ്യിത്താണ്, ഹയ്യല്ല, ജീവനോട് കൂടിയുള്ള ആളല്ല. ചോദിച്ച കാര്യോ ആ കിണറിലേക്ക് പോകുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ബാഗ്ദാദിൽ കബറടക്കപ്പെട്ട മൊയ്തീൻ ഷേഖ് ജീവിതത്തിൽ ഒരിക്കൽ പോലും മലയാളം സംസാരിച്ചിട്ടില്ല. മലയാളം പറഞ്ഞാൽ ഒട്ടും മനസ്സിലാകുകയും ചെയ്യില്ല. അദ്ദേഹത്തോടാണ് മലയാളത്തിൽ പറയുന്നത് എന്റെ കുട്ടിയെ കാക്കണേ. അപ്പോ കാര്യകാരണ ബന്ധങ്ങൾക്കൊക്കെ അതീതമായി അഭൗതികമായ രീതിയിൽ ഞാൻ പറയുന്നത് കേൾക്കണം, കേട്ട ഉടനെ എന്നെ സഹായിക്കാൻ കഴിവുണ്ടാകണം, അങ്ങനെ വന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അവിടെ അഭൗതികത വന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു സഹായതേട്ടം വന്നു. അവിടെ പറയേണ്ടത് പടച്ചവനെ എന്റെ കുട്ടി, അഥവാ പടച്ചവനെ എന്റെ കുട്ടിയെ കാക്കണേ എന്നാണ്. ആ പടച്ചവന്റെ സ്ഥാനത്ത് അവിടെ ഒരു മലക്കിനെ നിർത്തിയാലും ഒരു ജന്നിനെ നിർത്തിയാലും മരിച്ചുപോയ ഏതെങ്കിലും മഹാത്മാക്കളെ അവരോധിച്ചാലും ഒക്കെ ശിർക്കായി മാറി. നേരെ മറിച്ച് ഒരു സൃഷ്ടിയോട് അതിന്റെ സാന്നിധ്യത്തിൽ അവിടെയുള്ള മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചപ്പോഴോ അത് അഭൗതികമല്ല, പ്രാർത്ഥനയല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന വളരെ വ്യക്തമായ വേർതിരിവിൽ നിന്ന് മുസ്ലിയാക്കന്മാരുടെ ഈ വസ്വാസുകളെ തിരുത്തുവാൻ സാധിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുവാൻ പറ്റുകയും ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഭൗതികമായ കാര്യം അഭൗതികമായ കാര്യം ഇത് തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ചപ്പോൾ ഒരു വിളി, ഒരു സഹായ തേട്ടം എപ്പോഴാണ് തൗഹീദിൽ നിന്ന് വിരുദ്ധമായ ശിർക്ക് വരുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് എന്ന കാര്യം വ്യക്തമായി. അഥവാ ഒരാളുടെ കഴിവിൽപ്പെട്ട കാര്യം അയാളുടെ സാന്നിധ്യത്തിൽ അയാളുടെ മുമ്പിൽ അയാളോട് ചോദിച്ചാൽ അതൊരിക്കലും അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും വരുന്നില്ല എന്ന വിഷയം അത് വ്യക്തമായപ്പോൾ സ്വാഭാവികമായും
അഭൗതികത അല്ലെങ്കിൽ മറഞ്ഞ വഴി, അദൃശ്യമാർഗം, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായ ആളുകൾക്ക് 2002 ചില ആളുകൾക്ക് അഥവാ മർക്കസുദ്ദഅവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, അവർക്ക് ആ വിഷയത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കുകയാണ്. ജിന്നും മലക്കും അഭൗതികമാണ് എന്നവർ പറഞ്ഞു വെച്ചു. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണിൽ കാണാത്ത, ഭാഷയിൽ അദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൃശ്യമല്ലാത്തത്, കാണാത്തത്. അപ്പൊ മലക്കുണ്ട്, ജിന്നുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അവ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമാണ് എന്ന് പറഞ്ഞു വെക്കുകയും അതിനാൽ അവർ സഹായിക്കും, അവർ ഉപദ്രവിക്കും എന്നൊക്കെ വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നുകൂടി അവർ പത്വ ഉയർത്തും. എങ്ങനെ? ചായ കൂടി നടന്നുകൊണ്ടിട്ട് ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ഇനി വേറെ ആരെങ്കിലും വന്ന് വേറെ എന്തെങ്കിലും ഒരു വിത്തിന് ഉണ്ടാക്കുമ്പോൾ അപ്പോഴും നമ്മളിങ്ങനെ ആടിക്കളിക്കും. പിന്നെ ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി അയാൾ എവിടെ നിൽക്കണമെന്ന് ഞാൻ എന്റെ കൂടെ, ഇയാൾ എവിടെ നിൽക്കണമെന്ന് ഞാൻ ഇതിന്റെ കൂടെ. ഇങ്ങനെയല്ല ആദർശം പഠിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ അതിന്റെ ഗൗരവം പറഞ്ഞതുകൊണ്ടാണ്. വാപ്പയും ഉമ്മയും ഒക്കെ എതിരാണ് എങ്കിലും ഹക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ഹക്കിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദീനിയായ അറിവ് നമ്മൾ നേടേണ്ടതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇന്നത്തെ മറുപടി എല്ലാവരും 5 പ്രാവശ്യത്തിൽ കേൾക്കാത്തവർ. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഗൗരവം ഉണർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ദീനിയായ വിഷയത്തിൽ ഒരു നീക്കുപോക്കും ഇല്ലാതെ നമ്മൾ അധ്വാനിച്ച് പഠിച്ചാൽ തന്നെ ഹക്ക് ഉൾക്കൊള്ളാനും ഹക്കിന്റെ കൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവര് പറഞ്ഞത് എന്താ? മലക്കുകളെയും ജിന്നുകളെയും നമുക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ട് മലക്കുകളും ജിന്നുകളും ഒക്കെ ഉപദ്രവിക്കുകയോ സഹായിക്കുകയോ ഒക്കെ ചെയ്യും എന്നുള്ള വിശ്വാസം, അഭൗതികമായ കഴിവ് അവരിൽ ആരോപിക്കലാണ്, വകവെച്ചു കൊടുക്കലാണ്. അപ്പൊ ശിർക്കായി മാറുന്നതാണ്. അങ്ങനെ വന്നപ്പോ സ്വാഭാവികമായും അവരോട് തിരിച്ചു ചോദ്യമുണ്ടായി. ബദറിൽ മലക്കുകൾ ഇറങ്ങിയെന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഉസ്താദ്, അപ്പൊ അതിന്റെ അവസ്ഥ എന്താ എന്ന് പറഞ്ഞപ്പോൾ ബദറിൽ അങ്ങനെ മലക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് അവരിലെ പല മൗലവിമാരും പ്രസംഗിച്ചത്. അപ്പൊ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു മലക്കുകളെ കൊണ്ട് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന്, അത് ആലങ്കാരികമായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തിനൊരു വ്യാഖ്യാനവും. അപ്പോ പിശാചുക്കൾ സാഹിറിനെ സഹായിക്കും എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ. കോഴി കുറുകുന്നത് പോലെ സാഹിറിന്റെ അടുക്കൽ ചെന്ന് പിശാച് കുറുകി കൊടുക്കും. അങ്ങനെയാണ് സാഹിറിന്റെ അടുക്കലേക്ക് വന്ന ആളുടെ മനസ്സിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഇരിക്കുന്ന സാഹിർ അയാളോട് പറയാതെ തന്നെ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയുള്ളത്. അപ്പൊ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഹദീസുകളെ അവർ ഖുർആനിന് എതിരാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. അപ്പൊ ഇവരുടേതായ രീതിയിൽ ഒപ്പിച്ചു വച്ചിരിക്കുന്ന തൗഹീദ്, ആ തൗഹീദിന് ആയത്തെതിരാകുമ്പോൾ ആയത്തിന് ദുർവ്യാഖ്യാനങ്ങൾ നൽകി, ആലങ്കാരികം എന്നുള്ള പേര് നൽകി അതിനെ വ്യാഖ്യാനിക്കും. ഹദീസുകൾ അതിന് നേരെ വിരുദ്ധമായി വരുമ്പോൾ ഹദീസ് ആയത്തിനെതിരാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തട്ടിക്കളയും. അതുകൊണ്ടാണ് നിരവധി പ്രമാണങ്ങളിൽ വന്ന സംഗതികളെ അവർക്ക് നിഷേധിക്കുവാനും ദുർവ്യാഖ്യാനിക്കുവാനും ഒക്കെ പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പരപ്പരങ്ങാടി നടക്കുന്ന ഖണ്ഡന പ്രസംഗങ്ങൾ. മനസ്സിലെത്തി നിങ്ങളൊന്ന് കേട്ടാൽ, മനസ്സിലാക്കിയാൽ ധാരാളം വിഷയങ്ങൾ അതിലൂടെ പറയാൻ മനസ്സിലാക്കാൻ പറ്റും. പല ഹദീസുകളെയും അവർക്ക് നിഷേധിക്കേണ്ടി വന്നത് അങ്ങനെയാണ്. സിഹർ ഫലിക്കും എന്ന് പറയുന്ന ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതൻ സിഹർ ചെയ്തപ്പോൾ അതിന്റെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടായി എന്നത് അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഏതാണ്ട് ഒട്ടുമിക്ക ഹദീസ് കിതാബുകളിലും സ്ഥാനം പിടിച്ച സ്വഹീഹായ ഹദീസാണ്. എന്നാൽ ഒരു ഒറിജിനൽ മർക്കസുദ്ദഅവക്കാരനോട് നിങ്ങൾ ചോദിച്ചാൽ, പഴയ മടവൂരികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ധീര മുജാഹിദുകളെ വിളിച്ചു നിർത്തി നമ്മൾ ചോദിച്ചാൽ അവർ പറയും ഹദീസ് ഒന്നും ശരിയല്ല, അത് ഖുർആനിനെതിരാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറയും. അപ്പൊ ഈ പറഞ്ഞ ഇമാമിയങ്ങൾക്കൊന്നും അത് മനസ്സിലായില്ലേ? തൗഹീദിന് വിരുദ്ധമായ ഒരു അന്ധവിശ്വാസം അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി നൂറ്റാണ്ടുകളായി ഇസ്ലാമിക ലോകത്തെ ഇമാമിയങ്ങൾ, പണ്ഡിതന്മാർ അത് ഏറ്റെടുത്ത് സമൂഹത്തെ പഠിപ്പിച്ച് അവരൊക്കെ ശിർക്കും ഖുറാഫാത്തും പ്രചരിപ്പിച്ചവരായി. മർക്കസുദ്ദഅവയിലെ 3-4 മുറിച്ചുത്തികളായ ആളുകൾക്ക് മാത്രമേ തൗഹീദ് തിരിഞ്ഞുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ വലിയ വങ്കത്തരം, വിഡ്ഢിത്തം, അല്പത്വം വേറെ എന്താ ഉള്ളത്? അങ്ങനെ വന്നപ്പോൾ അവർക്ക് പലതും നിഷേധിക്കേണ്ടി വന്നു. നിരവധി ഹദീസുകൾ അവർ
അറിഞ്ഞോ അറിയാതെയോ പുച്ഛിച്ച് തള്ളിക്കളയേണ്ട അവസ്ഥ വന്നത് അവർ പിഴച്ച ഒരു അസലുണ്ടാക്കി വെച്ചപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് ആർജവത്തോടുകൂടി ആവേശത്തോടുകൂടി തെളിവുകൾ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞ ആളുകൾ പിന്നീട് CD ടവറിന്റെ വക്താക്കളായി മാറി അവരെന്താണ് ചെയ്തത്? അതേ വാദവുമായി ഇപ്പോൾ ഊരു ചുറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ, പിശാചിന്റെ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല, അവിടെ അഭൗതികതയില്ല. മലക്കുകൾ സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ അതിൽ യാതൊരു തകരാറുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് പിന്നീട് എന്തായി? ഇതൊക്കെ വേറെ ചില ആളുകളെ ഒതുക്കുവാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമാണ് എന്ന് കണ്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സീസണുകളിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. അത് അതിന്റെ ഉള്ളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പൊ അടുത്തൊന്ന് കത്തി നിന്നേർന്നല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഇപ്പൊ എന്തോ ഒരു ജിന്നും സിഹറൊക്കെ സജീവമാകാൻ കാരണം അത് CD ടവറിൽ ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടമാണ്. മർക്കസ് ദഅവയിൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി. അപ്പൊ ഏതായിരുന്നാലും അന്ന് മറുപടി പറഞ്ഞ ആളുകളാണ്. മർക്കസ് ദഅവക്കാർ ഇത് കൊണ്ടുവന്നപ്പോൾ മടവൂർ വിഭാഗത്തിന് വ്യക്തമായ ഉദാഹരണങ്ങളും തെളിവുകളും ഒക്കെ നിരത്തി വെച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കൊടുത്ത ആളുകളായിരുന്നു ഹനീഫ് കായക്കുടിയും അനസ് മുസ്ലിയാരും. പക്ഷെ ഇന്ന് അവർ നമുക്കെതിരെ അതേ ആരോപണങ്ങൾ, അവർ അന്ന് പറഞ്ഞ അതേ സംഗതി അതിനേക്കാൾ വലിയ ആവേശത്തിൽ ഇവർ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, പഴയ പ്രസംഗങ്ങളും CD-കളും വിട്ടുകൊടുത്താൽ മതി. പഴയ അനസ് മൗലവി പുതിയ അനസ് മൗലവിക്ക് മറുപടി പറയുന്നു എന്ന് പറയുമ്പോൾ അതിലാകെ വിഭ്രാന്തി കൊണ്ടുകൊണ്ടും വിരളി പിടിച്ചുകൊണ്ട് പറയാണ്. ക്രിസ്ത്യൻകാരെ കളിയാക്കി ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ക്ലിപ്പ് എന്ന സംവിധാനം തന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൽ പരിചയപ്പെടുത്തിയ ഒരാളായിരുന്നു അനസ് മുസ്ലിയാർ. അത് നല്ല സമയത്ത് നല്ലതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പൊ ക്ലിപ്പ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിത്തെറിക്കാണ് മുമ്പ്. കാരണം എന്താ? മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതിനും വിശദീകരിക്കുന്നതിനും തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. 2002-ലും 2005-ലും 2007-ലും ഒക്കെ പറഞ്ഞത് 2012 ആയപ്പോഴേക്കും ആദ്യം പറഞ്ഞതിന് എതിരായി. അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം, പക്ഷെ അത് ദുരന്തങ്ങളായി മാറുമ്പോൾ സൂക്ഷിക്കേണ്ട സംഗതിയാണ്. എങ്ങനെ? ഒരു തെറ്റ്, വാക്കിൽ പിഴവ്, അല്ലെങ്കിൽ തെറ്റായി മനസ്സിലാക്കിയ ഒരു കാര്യം തിരുത്തി പറയാം, അതിനൊന്നും കുഴപ്പമില്ല. തൗഹീദിന്റെ പേരിൽ ഈ ഒരു ആദർശ കൂട്ടായ്മയെ, മുജാഹിദ് കേരളത്തെ നടുകെ പിളർത്തി കഷ്ണം കഷ്ണമാക്കിയ ആളുകൾ അന്ന് ഊക്കോടെ ആവേശത്തോടു കൂടി പറഞ്ഞത് അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് അത്തൂബു ഇലൈക് എന്ന് കരഞ്ഞു പറഞ്ഞാൽ അനസിന്റെ തൗബ കേരളത്തിലെ മുജാഹിദുകളുടെ എല്ലാവരുടെയും ആദർശ വ്യതിയാനത്തിന്റെ തൗബയായി സ്വീകരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മലക്കുകൾ സഹായിക്കുമെന്നത് ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞതാണ്, ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പിശാചുക്കൾ ഉപദ്രവിക്കുമെന്നത് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണ് ഓരോ ഘട്ടങ്ങളിലും പ്രത്യേകം ദിക്റുകളും ദുആകളും നമ്മെ പഠിപ്പിച്ചത്. എന്ന് വിചാരിച്ച് ഒരു ഇല അനങ്ങുമ്പോഴേക്കും അത് ജിന്നായിരിക്കും, അത് പിശാചായിരിക്കും എന്ന അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ ആരും പോകേണ്ടതില്ല. അവിടെ ഒരു വസ്തുതയുണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. ഇസ്ലാം പഠിപ്പിച്ച അതിന്റെ പ്രതിവിധികളും ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം എന്നല്ലാതെ ഒരാൾക്ക് ഒരു പനി വന്നു, ഒരു അസുഖം വന്നു, അത് ശൈത്താൻ കൂടിയതായിരിക്കും, അവിടെ വേറെ വല്ലതുമായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അതിവാദം നമ്മൾ പോകേണ്ടതില്ല. അതിവാദം വേണ്ട എന്ന് പറയുമ്പോൾ ഉള്ളത് നമ്മൾ അംഗീകരിക്കാതിരിക്കേണ്ടതുണ്ടോ? നിഷേധിക്കേണ്ടതില്ല. അപ്പോൾ നൗഷാദ് അഹ്സനിയുടെ മുമ്പിൽ മൂവാറ്റുപുഴയിൽ വെച്ച് ഈ പറഞ്ഞ അനസ് മുസ്ലിയാരും ഹനീഫ് കായക്കുടിയും ആദർശം മാറ്റിയതിനു ശേഷം കുഴങ്ങുന്ന വിയർക്കുന്ന രംഗം നമുക്ക് സങ്കടത്തോടു കൂടി നമുക്ക് കാണേണ്ട അവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ്? അദ്ദേഹം ചോദിച്ചു, മുഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ശിർക്കാകുമോ? മുജാഹിദുകാർക്കും സഹായമില്ല, മരിച്ചുപോയ മുഹീദ്ദീൻ ഷെയ്ഖ് ഇപ്പൊ നമ്മൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അഭൗതികമായ രീതിയിലെ സഹായമാണ്. അത് അള്ളാഹ് അല്ലാത്തവരിൽ ഉണ്ടാകൂല. സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിലൂടെ തന്നെ ശിർക്ക് സംഭവിക്കും. അത് സഹായിക്കണേ എന്ന് തേടിയാൽ മാത്രമേ ശിർക്ക് സംഭവിക്കുള്ളൂ. തേടുകയും കൂടി ചെയ്ത 2 ശിർക്ക് വന്നു. അപ്പൊ നൗഷാദ് അഹ്സനി തിരിച്ചു ചോദിക്കുകയാണ്, ജിന്നുകളും മലക്കുകളും അഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് അവരുടെ കഴിവും സഹായവും ഒക്കെ എന്ന് നിങ്ങൾ പറയുമ്പോൾ
സിഹിർ ചെയ്യുമ്പോൾ സിഹിർ ഫലിക്കുമെന്നുള്ള ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും അവിടെ പ്രവർത്തിച്ച ആ ജിന്നിന്റെ പിശാചിന്റെ കഴിവ് അഭൗതികമാണോ, അവരങ്ങനെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം തൗഹീദിന് വിരുദ്ധമല്ലേ എന്ന ഹസനയുടെ ചോദ്യത്തിൽ അലീഫ് കായക്കൂടി പപ്പ അടിച്ചിട്ട് മറുപടി വരുന്ന ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ പറഞ്ഞത്? സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല, ആ മലക്കിനോടോ ജിന്നിനോട് തേടിയാലേ കുഴപ്പമുള്ളൂ. അപ്പൊ മൊയ്തീൻ ശൈഖ് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, ബദരീങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്ന് പറയാതെ പറഞ്ഞ അവസ്ഥയിലേക്ക് അവർ കൊണ്ടുപോയി എത്തിച്ചു അവരുടെ പുതിയ വാദം. അങ്ങനെ യുക്തിവാദം മതമായി സ്വീകരിച്ച വലിയൊരു സമൂഹം ഹദീസ് നിഷേധത്തിലേക്കും ഹദീസിൽ വന്ന പല പ്രയോഗങ്ങളെ പരിഹസിക്കുന്നതിലേക്കും കളിയാക്കുന്നതിലേക്കും അവരെത്തി. ശരിയായ ദീനിന്റെ പ്രമാണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദീൻ അംഗീകരിക്കുന്ന അനുഷ്ഠിക്കുന്ന ആളുകളെ അവർ കളിയാക്കി പല പേരുകളും ഇട്ട് വിളിച്ചു. അനുഷ്ഠാന തീവ്രത എന്ന്, താടി നീണ്ടു വളർന്നാൽ അത് സൂക്ഷിക്കണം, അവൻ ഭീകരവാദിയാണ്, തീവ്രവാദിയാണ് എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും വരുന്ന അവസ്ഥയുണ്ടായി. ഇസ്ലാമികമായ പർദ ശരിയായ രീതിയിൽ ധരിച്ചാൽ അതിനെയും അനുഷ്ഠാന തീവ്രത എന്ന് പറയുന്ന ഒലുവ്, അതിരുകവിച്ചിലാണ് എന്ന് പറയുന്ന അവസ്ഥ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല സുന്നത്തുകളും സ്വീകരിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന അവസ്ഥ അങ്ങനെയാണ് വന്നത്. നിരവധി ഹദീസുകളെ നിഷേധിക്കുന്നതിലേക്ക്, ഇസ്ലാമിക പ്രമാണങ്ങളെ കൊഞ്ഞനം കുത്തുന്ന പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ ആ ബാലൻസ് ഒപ്പിച്ചുകൊണ്ട് അള്ളാഹ് എന്താണോ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനായി, മുവഹിദായി, ഒരു ഒറിജിനൽ സലഫിയായി ആരുടെയും മുമ്പിൽ ആർജവത്തോടു കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്നു എന്നത് നമ്മുടെ ആദർശത്തിന്റെ തെളിവയാണ്, വ്യക്തതയാണ്. പടച്ചറപ്പ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സൂറത്തുൽ അൻആമിലെ 6-ാം അധ്യായത്തിലെ 153-ാമത്തെ വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. പ്രവാചകരെ പറഞ്ഞു കൊടുക്കൂ, ഇതാണ് എന്റെ മാർഗം, അത് നിങ്ങൾ പിൻപറ്റണം. അള്ളാഹുവിന്റെ വഹിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ പ്രവാചക തിരുമേനി സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ആ ശരിയായ മാർഗം, ഇതാണ് എന്റെ വഴി, ഫത്തബിഊഹു, അത് നിങ്ങൾ പിൻപറ്റണം. അതെന്റെ യുക്തിക്ക് തിരക്കുന്നില്ല, എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹായ ഹദീസുകളെയോ അള്ളാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളെയോ ദുർവ്യാഖ്യാനിക്കുവാനോ നിഷേധിക്കുവാനോ നിങ്ങൾ മെനക്കെടരുത്. വലാ തത്തബിഉസ് സുബുല, ഈ നേരായ വഴി, ഖുർആനും സുന്നത്തുമാകുന്ന പ്രമാണം വരച്ചു കാണിക്കുന്ന വഴി, അത് വിട്ട് വേറെ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ എങ്ങാനും നിങ്ങൾ ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് നേരായ പാതയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അത് നിങ്ങളെ വ്യതിചലിപ്പിച്ചു കളയും, നിങ്ങൾ തെറ്റിപ്പോകും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അതാണ് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറാൻ, തഖ്വയുള്ളവരായി മാറാൻ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്ത്, ഉപദേശം എന്ന് ഖുർആൻ അവിടെ ഉണർത്തുന്നു. ശരിയായ ആശയാദർശങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെയും മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.